എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപാട് ചർച്ചകൾക്ക് ശേഷം നേരത്തെ കുറേ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്ക്വാഡിനെ സംബന്ധിച്ച്. സോ അതെല്ലാം ബാക്കി നിർത്തി ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഏകദിനത്തിനും T20 മത്സരങ്ങൾക്കും അടങ്ങിയ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചില സുപ്രധാന സൂചനകളൊക്കെ തരുന്ന ഒരു സ്ക്വാഡ് പ്രഖ്യാപനം തന്നെയാണ്. അപ്പോൾ ഏകദിന അതായത് ODI സ്ക്വാഡിലേക്ക് വരുവാണെങ്കിൽ രോഹിത് ശർമ്മ ആയിരിക്കും ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ലിനെയാണ് നിയോഗിച്ചിട്ടുള്ളത്. വിരാട് കോഹ്ലി ടീമിലുണ്ട്. KL രാഹുലും ഋഷഭ് പന്തുമാണ് മെയിൻ വിക്കറ്റ് കീപ്പേഴ്സ്. ശ്രേയസ് അയ്യർ തിരികെ 11ലേക്ക് വന്നിട്ടുണ്ട്. ശിവം ഡൂബെ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, വാഷിംഗ്ടൺ സുന്ദർ, അർഷ്ദീപ് സിംഗ്, റിയാൻ പരാഗ്, അക്സർ പട്ടേൽ, ഖലീൽ അഹമ്മദ്, ഹർഷിത് റാണ. ഇതാണ് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ODI ടീം. ഇനി ഇന്ത്യയുടെ T20 ടീമിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ പറയുമ്പോൾ നമുക്കറിയാം T20 ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മയുടെ പകരക്കാരനായിരിക്കും ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ നയിക്കാൻ പോകുന്നത്. സുപ്രധാന അപ്ഡേറ്റ് നേരത്തെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് 100% ശരിവെച്ചുകൊണ്ട് സൂര്യകുമാർ യാദവിനെ ഇന്ത്യ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരെ പരമ്പരയ്ക്ക് മാത്രമല്ല 2026 T20 വേൾഡ് കപ്പ് വരെ സൂര്യകുമാർ തന്നെയായിരിക്കും ഇന്ത്യയുടെ T20 അല്ലെങ്കിൽ വൈറ്റ് ബോൾ ക്യാപ്റ്റനാകാൻ പോകുന്നത്. സോ സൂര്യകുമാർ യാദവാണ് ക്യാപ്റ്റൻ. ശുഭ്മാൻ ഗില്ല് വൈസ് ക്യാപ്റ്റനാകും. നേരത്തെ ഏകദിനത്തിലും അദ്ദേഹം തന്നെയായിരുന്നു വൈസ് ക്യാപ്റ്റൻ. സോ T20 മത്സരത്തിലും ഗില്ല് തന്നെയായിരിക്കും ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനാകാൻ പോകുന്നത്. യശസ്വി ജയ്സ്വാൾ, റിങ്കു സിംഗ്, റിയാൻ പരാഗ്, ഋഷഭ് പന്തും ഒപ്പം മലയാളി താരം സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പർമാരെ T20 സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ T20 മത്സരത്തിൽ കളിക്കും. ശിവം ഡൂബെ, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, അർഷ്ദീപ് സിംഗ്, ഖലീൽ അഹമ്മദ്, മുഹമ്മദ് സിറാജ്. സോ ഇതാണ് ശ്രീലങ്കയ്ക്കെതിരായ ഇന്ത്യയുടെ T20 ടീം. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുതിയൊരു ക്യാപ്റ്റനും പുതിയൊരു വൈസ് ക്യാപ്റ്റനും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം T20 ഫോർമാറ്റിൽ രോഹിത്തിന് പകരം സൂര്യകുമാറിനെ ഇന്ത്യ ഇപ്പോൾ ക്യാപ്റ്റനായി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുതിയ വൈസ് ക്യാപ്റ്റനായിട്ട് ഒരു സൂചനകളൊക്കെ നൽകിക്കൊണ്ട് ശുഭ്മാൻ ഗില്ലിനെ കൂടി ഇപ്പോഴത്തെ ഇന്ത്യ ഒരു വൈസ് ക്യാപ്റ്റനെ ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യയുടെ 2 ഫോർമാറ്റിലെയും വൈസ് ക്യാപ്റ്റനായി ഗില്ല് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് സൂചനകൾ നൽകിയ ഒരു ടീം പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഗൗതം ഗംഭീർ ചുമതലയേൽക്കുന്ന ആദ്യ പരമ്പരയാണ് ശ്രീലങ്കയ്ക്കെതിരെ നടക്കാൻ പോകുന്നത്. 3 T20കളും 3 ഏകദിനങ്ങളും ഉൾപ്പെട്ടതാണ് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക പരമ്പര. സോ ഇതാണ് ഇന്ത്യയുടെ അതായത് ശ്രീലങ്കയ്ക്കെതിരെയുള്ള പരമ്പരയിലെ ടീം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.